ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിൽ മികച്ച പദ്ധതികൾ നടപ്പിലാക്കിയ മുക്കം നഗരസഭ സമ്പൂർണ്ണ മാലിന്യമുക്ത ഹരിത നഗരസഭയായി മാർച്ച് 26 വൈകിട്ട് 3 മണിക്ക് മുക്കം മിനി പാർക്കിൽ വെച്ച് തിരുവമ്പാടി നിയോജക മണ്ഡലം MLA ലിൻഡോ ജോസഫ് പ്രഖ്യാപിക്കും. സംസ്ഥാനത്തെ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നതോടനുബന്ധിച്ച് മുക്കം നഗരസഭയെയും മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി ഒട്ടേറെ പദ്ധതികളാണ് നഗരസഭ നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് നഗരസഭാ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിൽ മികച്ച പദ്ധതികൾ നടപ്പിലാക്കിയ മുക്കം നഗരസഭ സമ്പൂർണ്ണ മാലിന്യമുക്ത ഹരിത നഗരസഭയായി മാർച്ച് 26 വൈകിട്ട് 3 മണിക്ക് മുക്കം മിനി പാർക്കിൽ വെച്ച് തിരുവമ്പാടി നിയോജകമണ്ഡലം MLA ലിൻഡോ ജോസഫ് പ്രഖ്യാപിക്കും. സംസ്ഥാനത്തെ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നതിനോടനുബന്ധിച്ച് മുക്കം നഗരസഭയെയും മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി ഒട്ടേറെ പദ്ധതികളാണ് നഗരസഭ നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് നഗരസഭാ അധികൃതർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി നടത്തിയിട്ടുള്ള ജനകീയ ക്യാമ്പയിൻ കഴിഞ്ഞ ഒക്ടോബർ 2 ആരംഭിച്ചിട്ടുള്ളത്. രണ്ടാം ഘട്ട പ്രവർത്തനം ഈ മാർച്ച് 30 സീറോ വേസ്റ്റ് ഡേയിൽ സംസ്ഥാനമാകെ മാലിന്യമുക്ത നവകേരളം എന്ന പ്രഖ്യാപനം നടത്താൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായി മുക്കം നഗരസഭ നടപ്പിലാക്കിയിട്ടുള്ള അതിൻ്റെ പദ്ധതികളെ സംബന്ധിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓരോ ഡിവിഷനുകളും മാലിന്യമുക്ത വാർഡുകളാക്കി പ്രഖ്യാപിച്ചു. ഇന്നും നാളത്തോടു കൂടി പ്രഖ്യാപിക്കുകയാണ്. ഹരിത വാർഡുകളായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അതുപോലെ തന്നെ 26 3 മണിക്ക് തിരുവമ്പാടി നിയോജകമണ്ഡലം MLA ലിൻഡോ ജോസഫ് നഗരസഭ ഹരിത നഗരമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. മുക്കം ഹബിലാഡ്സ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ചിട്ടുള്ള ആ ഘോഷയാത്ര മിനി പാർക്കിൽ വെച്ചിട്ടാണ് സമാപിക്കുന്നത്. നഗര സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ഡിവൈഡറുകളിൽ പൂച്ചെടികൾ വെച്ചുപിടിപ്പിച്ചും കൈവരികൾ പെയിൻ്റടിച്ചും നഗരത്തെ മോടി പിടിപ്പിക്കുകയും സ്വച്ഛ് സർവേഷൻ പരിശോധനയുമായി ബന്ധപ്പെട്ട് ചിത്രം വരച്ചും ഭിത്തിയിൽ ശുചിത്വ സന്ദേശങ്ങൾ എഴുതുകയും നഗരസഭാ പരിധിയിലെ പ്രധാന സർക്കാർ ഓഫീസുകളായ മിനി സിവിൽ സ്റ്റേഷൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസ്, വില്ലേജ് ഓഫീസ് തുടങ്ങിയവയുടെ മതിലുകളിൽ ശുചിത്വ ചിത്രങ്ങളും സന്ദേശങ്ങളും ആലേഖനം ചെയ്യുകയും SK പാർക്കിലും മിനി പാർക്കിലും സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. നഗരത്തിലെത്തുന്നവർക്ക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് സ്റ്റീൽ ബിന്നും പ്ലാസ്റ്റിക് ബിന്നും നഗരസഭയിലുടനീളം സ്ഥാപിക്കുകയും ജലാശയങ്ങൾ മലിനമാകാതിരിക്കാനുള്ള സന്ദേശ ബോർഡുകൾ പുഴയ്ക്ക് സമീപവും കുളങ്ങൾക്ക് സമീപവും എല്ലാ വാർഡുകളിലും സ്ഥാപിക്കുകയും മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞാലും കത്തിച്ചാലുമുള്ള പിഴയും ശിക്ഷയും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യവും ബോർഡിൽ സൂചിപ്പിക്കുകയും ചെയ്തതിനു പുറമെ എല്ലാ വാർഡുകളിലെയും അജൈവ മാലിന്യങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിനായി ഒരു ചാക്കും പ്ലാസ്റ്റിക് ബിന്നും എല്ലാ വീടുകളിലും വിതരണം നടത്തുകയും ചെയ്യും. ജൈവമാലിന്യ സംസ്കരണത്തിനായി റിംഗ് കമ്പോസ്റ്റ്, ബയോഗ്യാസ് പ്ലാന്റ്, ബിൻ, കിച്ചൺ ബിൻ എന്നിവയായി 3063 വിതരണം ചെയ്തിട്ടുണ്ട്. വിവിധ ഡിവിഷനുകളിൽ സ്നേഹാരമങ്ങൾ സ്ഥാപിച്ചു, പൂങ്കാവനങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ബസ് സ്റ്റോപ്പുകളെല്ലാം തന്നെ, അതുപോലെ ചുമരുകളെല്ലാം തന്നെ ശുചിത്വ സന്ദേശ ചിത്രങ്ങൾ വരച്ചുകൊണ്ട് വലിയ ഒരു പ്രചരണമാണ് കൊടുത്തിട്ടുള്ളത്. ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി പ്രചരണം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പല കേന്ദ്രം മിനി സിവിൽ സ്റ്റേഷൻ്റെയും ഫയർ സ്റ്റേഷൻ്റെയും ഒക്കെ എല്ലാ ചുമരുകളെല്ലാം ചിത്രം വരച്ച് അതിൻ്റെ കളർഫുള്ളാക്കി നമ്മൾ അതിൻ്റെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഒരു പ്രഖ്യാപനം നടത്തി സാധിച്ചു. നമ്മുടെ നഗരപ്രദേശങ്ങളിൽ പ്രധാനപ്പെട്ട റോഡുകളിൽ 108 ബിന്നുകൾ സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. വീടുകളിൽ നിന്നും മറ്റും ശേഖരിച്ച് സൂക്ഷിച്ചു വയ്ക്കുന്നതിനായി 33 വാർഡുകളിലും മിനി MCF സ്ഥാപിച്ചിട്ടുമുണ്ട്. ഇതോടൊപ്പം തന്നെ 6 സ്ഥലങ്ങളിൽ കണ്ടെയ്നർ MCF ഉടനടി സ്ഥാപിക്കുമെന്നും നഗരസഭാ അധികൃതർ പറഞ്ഞു. കൂടാതെ സർക്കാർ, അർദ്ധ സർക്കാർ ഓഫീസുകളിലും അങ്കണവാടികളിലും ജീവനക്കാർക്ക് ഭക്ഷണാവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതിനാവശ്യമായ ഡൈജസ്റ്റർ പോട്ടുകൾ വിതരണം നടത്തിയിട്ടുണ്ടെന്നും നഗരസഭയിലെ ഓരോ വാർഡിലും ശുചീകരണ പ്രവൃത്തിയും സൗന്ദര്യവൽക്കരണ പ്രവൃത്തികളും നടത്തി വാർഡുകളെ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്ന നടപടികളിലൂടെയാണ് നഗരസഭ സമ്പൂർണ്ണ മാലിന്യമുക്ത പ്രഖ്യാപനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളതെന്നും ഇതിനായി ഓരോ വാർഡിലേക്കും 46,000 രൂപ വീതം അനുവദിച്ചിട്ടുണ്ടെന്നും നഗരസഭാ അധികൃതർ വ്യക്തമാക്കി. നഗരസഭയെ സമ്പൂർണ്ണ മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നതിനും തുടർന്നും ശുചിത്വം നിലനിർത്തുന്നതിനുമായി വാർഡുകളിലെ എല്ലാ വീടുകളിൽ നിന്നും ഹരിതകർമ്മസേനയ്ക്ക് അജൈവ മാലിന്യങ്ങൾ നിർബന്ധമായും കൈമാറി എല്ലാ മാസവും യൂസർ ഫീയും നൽകണമെന്നും മാലിന്യങ്ങൾ യാതൊരു കാരണവശാലും വലിച്ചെറിയുകയോ കത്തിക്കുകയോ ചെയ്യരുതെന്നും നഗരസഭാ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KP ചാന്ദിനി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രജിത പ്രദീപ്, സത്യനാരായണൻ മാസ്റ്റർ, ക്ലീൻ സിറ്റി മാനേജർ സജി മാധവ് തുടങ്ങിയവർ മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.